ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ മഴ തോരും മുമ്പേ സീരിയലിൻ്റെ ഒരു ഫുൾ വിശേഷം പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ ഇന്നലെ വൈകിട്ട് രാത്രിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു ഇതൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്നാലും നമ്മൾ ഡെയിലി രാവിലെ ആ ഒരു ഫുൾ വിശേഷം ഇടുന്നുണ്ടല്ലോ, അപ്പോൾ അത് നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറക്കണ്ട കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണാൻ വരുന്നതെങ്കിൽ ഒന്ന് സബ്ബ് കൂടെ ചെയ്ത് വെക്കുക. കാരണം നോട്ടിഫിക്കേഷനൊക്കെ കൃത്യമായിട്ട് അതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാണ്ട് ഫുൾ വിശേഷത്തിലോട്ട് പോകാം. കാരണം നല്ല അടിപൊളി വമ്പൻ ട്വിസ്റ്റാണ് ഇന്നത്തേത്. കാരണം നമ്മളെ വൈജയന്തി കൈതക്കൽ മാളിക വീട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. നെടുമ്പുരയ്ക്കൽ വീട് വിട്ട് എത്തിയിരിക്കുകയാണ്. പക്ഷെ അവിടെ എത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വൈജയന്തിയുടെ ഈ ഒരു വരവ് ശിവശങ്കറിനോ അല്ലെങ്കിൽ കമലയ്ക്കോ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല, അല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ കമലയ്ക്ക് പിന്നെ എന്തെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഈ ഒരു കുരിശിനെയും കൂടെ ഞാൻ ചുമക്കണമല്ലോ എന്നുള്ള രീതിയിലാണ് കമല. ശിവശങ്കരനാണെങ്കിലും തന്നിഷ്ടപ്രകാരം അവൾ ഇറങ്ങി വന്നു എന്ന് വെച്ചാൽ പണ്ട് മുതൽക്കേ അതായത് വൈജയന്തി എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വൈജയന്തിക്ക് പ്രാധാന്യമുണ്ട്. മറ്റുള്ളവർ പറയുന്നതിലോ അങ്ങനത്തെ ഒന്നും തന്നെ വൈജയന്തി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ആ ഒരു എടുത്തുചാട്ടം, ആ ഒരു ധിക്കാരത്തെ ശിവശങ്കരൻ കുറേ എതിർത്തായിരുന്നു. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് നമ്മുടെ എത്തി അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചും പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയെങ്കിലും വൈജയന്തി അവർ പറയണ ഒരു കാര്യങ്ങളും ഉൾക്കൊള്ളാൻ നിന്നില്ല. ശിവശങ്കരൻ പറഞ്ഞു, നീ എടുക്കുന്ന ഈ തീരുമാനം നിനക്ക് തന്നെ ദോഷമായിട്ട് വരും. കാരണം നിനക്കേ നഷ്ടങ്ങളുള്ളൂ. നിൻ്റെ കുടുംബം, നിൻ്റെ ഭർത്താവ്, നിൻ്റെ മക്കൾ, നിനക്കേ നഷ്ടം വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വൈജയന്തി പറയുന്നത്, നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ തെറ്റുകാരിയാണ്, ബാലചന്ദ്രൻ തെറ്റ് ചെയ്യാത്ത ഒരാൾ. എനിക്കിത് മനസ്സിലാവുന്നില്ല. കാരണം ഇതിൽ വേറൊന്നുമല്ല, നമ്മുടെ വൈജയന്തിക്ക് ഇതിൽ സത്യം പറഞ്ഞാൽ ഇതിൽ സത്യാവസ്ഥ അറിയില്ലല്ലോ. അപ്പോൾ വൈജയന്തി നോക്കുമ്പം എവിടെയോ വഴിവഴിച്ച് ഉണ്ടായ ഒരു പെൺകുട്ടിയും കൊണ്ട് ബാലചന്ദ്രൻ്റെ അവിഹിത ബന്ധത്തിലുണ്ടായി എന്നും പറഞ്ഞാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് വൈജയന്തിയുടെ സ്വഭാവവും കൂടെ വെച്ചിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ നമ്മുടെ വൈജയന്തി അത് കഴിഞ്ഞ് നേരെ നമ്മുടെ സൗദാമിനി അമ്മയെ പോയി കാണുന്നുണ്ട്. സൗദാമിനി അമ്മയാണെങ്കിലും ആദ്യമായിട്ട്, കാരണം വെച്ചാൽ വണ്ടി ആക്സിഡൻറ്റിന് ശേഷം സ്വന്തം മോളെ ഫോണിൽ കൂടെ കണ്ടിട്ടുള്ളതേ ഉള്ളൂ. നേരിട്ട് കണ്ടതിൻ്റെ ആ ഒരു ഹാങ്ങായിരുന്നു. അപ്പോൾ മോളെ നീ എപ്പോഴാണ് വന്നത്, നീ എങ്ങനെ വന്ന, ഒരു കാറ് വന്നും പോയൊക്കെ ഞാൻ കേട്ടായിരുന്നു. നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് മോളെ, നീ ശരിയായോ കുഞ്ഞ് എന്നൊക്കെ സ്വന്തം അമ്മ മോളെടുത്ത് ചോദിക്കുകയാണ്. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, ഒന്നും ശരിയായിട്ടില്ല, നടക്കാനൊക്കെ ഇപ്പോഴും പാടാണ്. കാരണം എന്ന് വെച്ചാൽ 2 കാലിലും കമ്പി ഇട്ടൊക്കെയാണ്. ഇനി ആ കമ്പിയൊക്കെ എടുത്ത് മാറ്റി കളഞ്ഞാലല്ലേ പറ്റത്തുള്ളൂ അമ്മ, എനിക്കിപ്പോഴും വേദനയും നീരും ഒക്കെയാണെന്ന് പറഞ്ഞു. ആണോ, നീ ഇപ്പം പിന്നെ എന്തിനാ ഒറ്റയ്ക്ക് ടാക്സിയൊക്കെ പിടിച്ച് വന്നത്, എന്നെ കാണാനായിട്ട് വേണ്ടി മാത്രം വന്നതാണോ? അല്ലമ്മേ, ഞാൻ ഇങ്ങോട്ടേക്കായിട്ട് തന്നെ വന്നതാണ്. ഞാൻ അവിടെ നിന്ന് നെടുമ്പുരയ്ക്കൽ വീട് വിട്ട് ഇറങ്ങി ഇങ്ങ് പോന്നു എന്ന് പറഞ്ഞു. ഓ, നീ വീണ്ടും ഇറങ്ങി വന്നോ? ഇതിന് മുമ്പ് നീ ആ വീട് വിട്ട് ഇറങ്ങിയതാണ് നിനക്കന്ന് വണ്ടി ആക്സിഡൻറ്റ് ഉണ്ടായത്. ഇനി ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? നീ എന്തിനാ കുഞ്ഞ് ഈ എടുത്ത് ചാടി ഓരോന്ന് ചെയ്യണത്? അമ്മ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കണേ? എൻ്റെ തെറ്റെന്താണ്, ഞാൻ ചെയ്ത തെറ്റെന്താണ്, എന്തറിഞ്ഞിട്ട് അമ്മ പറയണേ എന്ന് പറഞ്ഞ് വൈജയന്തി സൗദാമിനി അമ്മയോട് ദേഷ്യപ്പെടുന്നത്. നീ തെറ്റേ ചെയ്തിട്ടുള്ളൂ. നീ ഈ ലോകത്ത് ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കോ? നിൻ്റെ ഭർത്താവ് പറഞ്ഞാൽ കേൾക്കോ? നിൻ്റെ മക്കൾ പറഞ്ഞാൽ കേൾക്കോ? എന്തിന് നിൻ്റെ 3 ചേട്ടന്മാർ നീ പറഞ്ഞാൽ കേൾക്കോ? നിൻ്റെ അമ്മ പറഞ്ഞാൽ കേൾക്കോ? സാക്ഷാൽ ദൈവം തമ്പുരാൻ പറഞ്ഞാൽ പോലും നീ അത് വകവയ്ക്കില്ല. കാരണം നിൻ്റെ വാശി, നിൻ്റെ ആ ഒരു ദേഷ്യം, ഇതെല്ലാമാണ് ഇതിന് കാരണം. എപ്പോഴും നിനക്കൊന്ന് താന്നു കൊടുത്താൽ എന്താ മോളെ, നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? നിൻ്റെ ജീവിതമല്ലേ പ്രധാനം. നിൻ്റെ മക്കളും ഭർത്താവും നിൻ്റെ കുടുംബം, നീ അതിനൊന്നും ഒരു മുൻതൂക്കവും കൊടുക്കുന്നില്ല. തന്നെയാണ് നിൻ്റെ കുടുംബം ഈ രീതിയിൽ കളയുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നീ ഇങ്ങനെ എടുത്തു ചാടി ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്നത് ഒട്ടും തന്നെ ശരിയായില്ല. അമ്മയ്ക്കറിയാലോ ഞാൻ എന്തുകൊണ്ടാണ് വന്നത്. അന്നും ഇന്നും വൈജയന്തിക്ക് ഒരേ ഒരു ആവശ്യമേ ഉള്ളൂ, അടുക്കളക്കാരിയായിട്ട് വന്നവളെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുക. ഒരു ഗ്രഹനാഥ എന്ന രീതിയിൽ എനിക്ക് ആ ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അമ്മയുടെ വേറെ എന്തെങ്കിലും കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ആരുടെടുത്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടോ? അന്നും ഇന്നും ആ ഒരു നീതിക്ക് വേണ്ടി മാത്രമേ ഞാൻ പൊരുതിയിട്ടുള്ളൂ. അപ്പോഴേക്കും പറഞ്ഞു, നിന്നെ അവൾ എന്ത് ചെയ്തിട്ടാണ് നീ ആ കൊച്ചിനോട് ദേഷ്യപ്പെടുന്നത്? ഓഹോ, ഇപ്പം അമ്മയെ അവൾ കയ്യിലെടുത്തു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണേ. എന്നെ ആരും കയ്യിലെടുത്തിട്ടില്ല. ഞാൻ ചോദിക്കുന്നതിലൊരു എന്താണ് തെറ്റെന്നുള്ളത് നീ ഒന്ന് പറഞ്ഞതാ. ആ കൊച്ച് ഞാൻ എന്ത് തെറ്റാണ് നിനക്ക് ചെയ്തത്? അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, അമ്മയെ നോക്കാൻ വേണ്ടി ഒരു ഹോം നേഴ്സായിട്ട് വന്നവൾ എൻ്റെ വീട്ടിൽ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ കാലെടുത്ത് കുത്തിയോ?
അറിയോ, അന്ന് തുടങ്ങിയ ദുരന്തങ്ങളാണ് എനിക്ക് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വണ്ടി ആക്സിഡൻറ്റും എൻ്റെ രോഹിയുടെ കേസും എന്ത് ദുരന്തം എടുത്തു കഴിഞ്ഞാൽ അവളുടെ ആ തിരുകാലെടുത്ത് എന്ന് വീട്ടിൽ വെച്ചോ അന്ന് തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞ് കുറേ കുറ്റങ്ങൾ പറയണേ. സൗദാമിൻ്റെ അമ്മ പറഞ്ഞു, എന്തായാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, നിന്നെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, നിനക്ക് പറ്റുമെങ്കിൽ നീ അത് ഉൾക്കൊള്ളുക. അപ്പോഴേക്കും വൈജയന്തി എവിടെ, ലോകത്ത് ഒരു മനുഷ്യൻ പറഞ്ഞാൽ ഉൾക്കൊള്ളാത്തൊരു വ്യക്തിയാണ്. പിന്നെയാണ് അമ്മ. അപ്പോൾ പറഞ്ഞു, അതെ ഞാൻ അങ്ങും ഇങ്ങും വലിഞ്ഞേറി പോയതല്ല, ഇത് എൻ്റെയും കൂടെ വീടാണ്, ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാനായിട്ട് വന്നത്. ചിലപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് നിൽക്കും, ഇല്ലെങ്കിൽ ഞാൻ വീട് വാടകയ്ക്ക് എടുത്ത് ഇനി ചിലപ്പോൾ അങ്ങോട്ട് മാറും. എന്തായാലും ഈ ഒരു കാര്യത്തിൽ തീരുമാനം എത്താണ്ട് ഇനി നെടുമ്പുരയ്ക്കൽ വീട്ടിലോട്ട് ഞാൻ പോയില്ല. അപ്പം നിനക്ക് നിൻ്റെ മക്കളെയും ഭർത്താവിനെയൊന്നും വേണ്ടേ, അവരെ കാര്യങ്ങളൊക്കെ ആരാ നോക്കണമെന്ന് സൗദാമിനി അമ്മ ചോദിക്കണേ. മക്കളൊക്കെ സ്വയം പ്രാപ്തരായിട്ടുണ്ട്, അവരെ കാര്യങ്ങൾ നോക്കാൻ കുഞ്ഞിപ്പിള്ളേരൊന്നുമല്ല എന്ന രീതിയിൽ വൈജയന്തി മറുപടി കൊടുത്തിട്ട് കയറി പോകണം കേട്ടോ. ഇതേ സമയം നമ്മുടെ കമല നമ്മുടെ ശിവശങ്കറിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. ശിവേട്ടാ, ഇതെന്താണ് ഈ കാണുന്നത്, ഇനിയിപ്പോൾ ഈ ഒരു കുരിശും കൂടെ ഞാൻ ചുമക്കണോ? അപ്പോഴേക്കും ശിവശങ്കരൻ പറഞ്ഞു, അതെ നീ വൈജയുടെ കാര്യമാണ് ഉദ്ദേശിക്കണമെങ്കിൽ നീ ഇപ്പം നിനക്ക് ഇപ്പോൾ ഉള്ള പണി എന്നല്ലോ ഇനിയുള്ള പണി, ഒരു പ്ലേറ്റും കൂടെ കൂടുതൽ ചോറ് എന്തെങ്കിലും വിളമ്പേണ്ടി വരും, അത്രയല്ലേ ഉള്ളൂ. ഇനി കണ്ടോ ശിവേട്ട, ഒരു കറിവേപ്പിലയുടെ തണ്ട് അവളെടുത്ത് ഇട്ട് തരില്ല, കാലുമേ കാലിട്ട് മഹാറാണിയെ പോലെ ഇരിക്കും. ഇതൊന്നും അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് പോയിരുന്ന് എൻ്റെ കുറ്റം പറയാൻ വേണ്ടി രണ്ടുപേരും കൂടെ അങ്ങോട്ട് തുടങ്ങും. അമ്മയാണെങ്കിൽ ആരെങ്കിലും കിട്ടാൻ വേണ്ടി അങ്ങോട്ട് ഇരിക്കുക എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ കമല പറയണേ. അപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, അവർ കുറ്റം പറയുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എടി അവൾ ഇവിടെ സ്ഥിരമായിട്ടൊന്നും നിൽക്കില്ല. ഇതിപ്പോൾ ഒരു എടുത്തയാടി ബാലചന്ദ്രൻ്റെ കൂടെയുള്ള ഒരു ദേഷ്യത്തിന് ഇങ്ങോട്ട് പോകുന്നതാണെന്ന് നമ്മുടെ ശിവശങ്കരൻ പറഞ്ഞു. എന്ത് തന്നെയാണെങ്കിലും എനിക്ക് തന്നെയാണല്ലോ ഈ തലവേദന. അപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, കമലേ നീ ഇതൊന്നും വലിയ പ്രശ്നമായിട്ട് എടുക്കേണ്ട, എല്ലാം അങ്ങോട്ട് വിട്ടുകളെ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എന്ത് വിട്ടുകളയെന്ന് ശിവേട്ടൻ പറയണത്, എനിക്ക് പറ്റില്ല, വൈദ്യം ഞാനുമായിട്ട് ഒരിക്കലും ഒത്തൊരുമിച്ച് പോവില്ല, ശിവേട്ടനെ അറിയാലോ. അപ്പം ശിവശങ്കരൻ പറഞ്ഞു, അതെ അവൾ അവിടെ നിന്ന് അവളെ ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞ് പോയി ആ വീട്ടിൽ നിന്ന് വഴക്കിയിട്ട് വന്നാൽ തിരിച്ച് സ്വന്തം കുടുംബത്തിലേ വന്ന് കയറുള്ളൂ, അല്ലാണ്ട് അപ്പുറത്തെ മീനാക്ഷി ചേട്ടത്തിയുടെ വീട്ടിൽ പോവുമോ? നീ ഈ വീട്ടിൽ നിന്ന് വഴക്കിട്ട് പോയാൽ നിൻ്റെ വീട്ടിലല്ലേ പോവുള്ളൂ, അല്ലാണ്ട് പള്ളിയിലോട്ടല്ലല്ലോ പോണത്. ശിവേട്ട എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, എടി നീ ഇതൊന്നും വലിയതായിട്ട് കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചോ, അല്ലാണ്ട് ഇതെല്ലാം വലിയ പ്രശ്നമൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വലിയ പ്രശ്നത്തിലോട്ട് പോവുകയുള്ളൂ, അതുകൊണ്ട് നീ അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നങ്ങ് വെച്ച് കളയെന്ന് പറഞ്ഞിട്ട് ശിവശങ്കരൻ റൂമിൽ നിന്ന് പോവുകയാണ്. ഇതേ സമയം നമ്മുടെ അലീനയും നമ്മുടെ രോഹിത്തും സ്വീറ്റ്സൊക്കെ മേടിച്ച് സന്തോഷമായിട്ട് വന്നിറങ്ങുകയാണ്. അപ്പം ബബിത നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, പാവം നമ്മൾ പോയപ്പം തൊട്ട് നോക്കി നിൽക്കുന്നതായിരിക്കുമെന്ന്. അപ്പോഴേക്കും അവരിങ്ങനെ വന്നു കേട്ടോ, അകത്തോട്ട് കയറാൻ വന്നപ്പോൾ ബബിത പറഞ്ഞു, എന്നെ എന്ത് പറഞ്ഞാൽ കളിയാക്കിയെന്ന് ചോദിച്ചു. അയ്യോടി മോളെ, കളിയാക്കിയാണോ, നീ ഞങ്ങളെ നോക്കി നിൽക്കുകയാണെന്ന് പറഞ്ഞതാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ബബിതയുടെ അടുത്ത് അലീന പറഞ്ഞു, എന്താ മോളെ നിൻ്റെ മുഖത്തൊരു മ്ലാനത, ഒരു സന്തോഷമില്ലാത്ത? അപ്പം അലീന പറഞ്ഞു, അതെ ഞങ്ങൾ പോയ കാര്യമൊക്കെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ രോഹിത്തിനെ തുടർന്ന് പഠിക്കാൻ പറ്റും മോളെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് രോഹിത്ത് പറഞ്ഞു, അതെ നിൻ്റെ മുഖത്തും നിങ്ങൾക്ക് രണ്ടുപേർക്കും പെട്ടെന്ന് എന്തൊരു മാറ്റമെന്ന് പറഞ്ഞ് രോഹിത്ത് ഓട്ടോയ്ക്ക് പൈസയും കൊടുത്ത് കയറി വരികയാണ്. അപ്പോഴേക്കും ബബിത അലീനയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതായത് അമ്മ പോയി എന്നുള്ളത്. അപ്പോൾ അലീന ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം രോഹി വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി, പെട്ടെന്ന് ചിരിയൊക്കെ മാറിപ്പോയല്ലോ ബബിത, അലീന ചേച്ചി എന്താ സംഭവം? അപ്പോൾ അലീന പറഞ്ഞു, മേഡം ഇവിടെ നിന്ന് പോയി രോഹിത്ത്. എങ്ങോട്ട് പോയി, എവിടെ പോയി, ആരോടും പറയാണ്ട് പോയോ? അപ്പോൾ ബബിത പറഞ്ഞു, ഒരു ടാക്സി പിടിച്ച് ഉള്ള പെട്ടിയും പ്രമാണം ഒക്കെ എടുത്തുകൊണ്ടാണ് പോയിക്കണത് കൈതക്കൽ വീട്ടിലോട്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ രോഹിത്ത് പറഞ്ഞു, അമ്മ ഇത് എന്ത് ഭാവിച്ചാ? അമ്മ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് സന്തോഷമായിട്ട് വന്നതായിരുന്നു, ഇന്ന് അമ്മ എല്ലാവരും കൂടി കേക്ക് മുറിക്കുകയും സ്വീറ്റ്സൊക്കെ ആക്കാന്നുള്ള രീതിയിൽ സ്വീറ്റ്സൊക്കെ കൊടുത്ത് സന്തോഷമാക്കി സെലിബ്രേറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് ഇരുന്നതായിരുന്നു. എൻ്റെ കോളേജിലെ ഇത് ഡിസ്മിസ്സൊക്കെ മാറി എന്നുള്ളത് ഓർത്തിട്ട് അപ്പോഴേക്കും അമ്മ ഇങ്ങനൊരു കോലിട്ടല്ലോ എന്ന് പറഞ്ഞ് രോഹിത്തിൻ്റെ മുഖം വാടി. അപ്പോഴേക്കും നമ്മുടെ അലീന പറഞ്ഞു, അതെ നമുക്കൊരു കാര്യം ചെയ്താലോ, കൃഷ്ണമോളും കൂടെ വന്നിട്ട് നമുക്കെല്ലാവർക്കും കൂടെ കൈതക വീട്ടിലോട്ട് പോയാലോ, എല്ലാവരും കൂടെ ചെന്ന് അമ്മയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മേനെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നാലോ? അപ്പം ബബിത പറഞ്ഞു, അമ്മ വരുമോ എന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ തോന്നലൊന്നുമില്ല അലീന ചേച്ചി, കാരണം അമ്മയുടെ വാശി അറിയാലോ. അപ്പോൾ രോഹിത്ത് പറഞ്ഞു, എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ കൃഷ്ണമോളെയും കൂട്ടി അവരെല്ലാവരും കൂടെ പോവുകയാണ്. അപ്പോൾ ബാലചന്ദ്രനെ വിളിച്ച് പറയുന്നുണ്ട് അലീന ഇന്നതുപോലെ അമ്മ പോയി എന്ന്, ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണെന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ വീട് പൂട്ടിയിട്ട് താക്കോല് കൊണ്ടുപോക്കോ, ബാലചന്ദ്രൻ്റെ സ്പെയർ കീ ഉണ്ടെന്നൊക്കെ പറയും. അങ്ങനെ ഗോവർദ്ധനൻ കാറ് കൊണ്ടുവന്ന് കൊടുത്തിട്ട് രോഹിത്ത് ആ വണ്ടിയെ ഓടിച്ച്
എല്ലാവരെയും കൂടെ ആയിട്ട് അവർ കൈതക്കൽ വീട്ടിൽ വരെയാണ്. അവിടെ വന്നു കഴിയുമ്പോൾ നമ്മളെ രഞ്ജു വന്ന് ഡോറ് തുറക്കണു. ആഹാ എല്ലാവരും ഉണ്ടല്ലോ, കണ്ടിട്ട് കുറേ ആയല്ലോ എന്നൊക്കെ പറഞ്ഞ് സുഖവിവരങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും മനു വരുന്നുണ്ട്. അപ്പോൾ മനു ചോദിച്ചു, ഇതെന്താണ് ഭവനഭേദനമാണോ അതോ പിടിച്ച് കെട്ടിക്കൊണ്ട് പോക്കാണോ? കാരണം മനുവിന് മനസ്സിലായി, കാരണം വൈജയന്തി ആൻറ്റി വന്നതിൻ്റെ പിന്നിൽ അമ്മയെ കൂട്ടിക്കൊണ്ട് പോകാൻ എല്ലാവരും കൂടെ വന്നിരിക്കുന്നതാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഭവിത പറഞ്ഞു, സമാധാനപരമായി അമ്മയുടെ അടുത്ത് സംസാരിച്ചിട്ട് അമ്മയെ കൂട്ടിക്കൊണ്ട് പോകണം എന്ന ഉദ്ദേശത്തോടു കൂടെ തന്നെ മനുവായിട്ട് വന്നിരിക്കണേന്ന് പറഞ്ഞാൽ, നടക്കുമോ ബബി, നിനക്കറിയാത്തതാണോ നിൻ്റെ അമ്മയുടെ സ്വഭാവം? അപ്പോൾ രോഹിത് പറഞ്ഞു, അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ മനുവേട്ട? അമ്മയുടെ വാശി മാത്രം എപ്പോഴും ആയാൽ പറ്റില്ലല്ലോ. ഞങ്ങൾ അതിനെതിരെ പ്രതിഷേധിക്കാനായിട്ട് തന്നെ വന്നിരിക്കണേ. എല്ലാവരും കൂടെ ഒരുമിച്ചുള്ളപ്പോൾ എന്താകുമെന്ന് നോക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ അകത്തോട്ട് കയറി ചെല്ലുമ്പോഴേക്കും വൈജയന്തി റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ്. വൈജയന്തി പെട്ടെന്ന് എല്ലാവരെയും കൂടെ കാണുമ്പോൾ പെട്ടെന്ന് ഷോക്കായി പോവാണ്. ഇതെന്താണ് എല്ലാവരും കൂടെ ഇങ്ങോട്ട് വന്നത്? അപ്പം ഭവിത പറഞ്ഞു, അമ്മേനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വന്നേന്ന് പറഞ്ഞു. അമ്മേനെ കൂട്ടിക്കൊണ്ടു പോകാനോ? എന്തിനു വന്നു? അപ്പോഴേക്ക് രോഹിത് പറഞ്ഞു, അമ്മ എന്തിനാ ആരോടും പറയാണ്ട് ഇങ്ങോട്ട് പോകുന്നത്? ആരോടും പറയണ്ടോ, ഞാൻ അവളോട് പറഞ്ഞിട്ടാണല്ലോ വന്നത് ബബിതയുടെ അടുത്ത്. അപ്പോഴേക്ക് അലീനയുടെ മുഖത്ത് തുറിച്ച് നോക്കാനായിട്ടോ വൈജയന്തി, കാരണം അവൾ വന്നയ്ക്കുന്ന കണ്ടില്ലേ എന്നുള്ള രീതിയിൽ. അങ്ങനെ രോഹിത്തും നമ്മുടെ ബബിതയും എല്ലാവരും കൂടെ കാര്യങ്ങളൊക്കെ പറയണേ. അമ്മേനെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. തിരിച്ചു കൊണ്ടുപോകാൻ ഈ വൈജയന്തി ഇനി നെടുമ്പുരക്കൽ വീട്ടിലോട്ട് കാല് കുത്തണമെങ്കിൽ ബാലചന്ദ്രൻ ഇവിടെ വരണം, വന്ന് എന്നോട് മാപ്പ് പറഞ്ഞ് എന്നെ കൊണ്ടുപോകണം. എൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ച്, അതായത് അലീനയെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കി വേലക്കാരിയായി നിൽക്കുന്ന അവളെ വീട്ടിൽ നിന്ന് വെളിയിലാക്കിയ ശേഷം വേണം ബാലചന്ദ്രൻ ഇവിടെ വരാൻ. ഈ ഒരു കാര്യം ഈ ഒരു ഡിമാൻഡ് അംഗീകരിച്ചാൽ മാത്രമേ വൈജയന്തി ഇനി തിരിച്ചൊരു പോക്കുണ്ടാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ രോഹിത് പറയുന്നുണ്ട്, അമ്മ ഇതെന്ത് ഭാവിച്ചാ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ പറഞ്ഞു, എന്തായാലും ഈ ഒരു കാര്യം അംഗീകരിക്കണമെങ്കിൽ അച്ഛൻ വല്ല പിച്ചക്കാരനായിട്ട് ജനിക്കണമെന്ന് പറയും. അതിന് ആർക്കടി നിർബന്ധം നെടുമ്പുരയ്ക്കൽ വീട്ടിൽ വന്ന് കിടക്കണമെന്ന്? വെറും പട്ടിയെ പോലെ, ഒരു മനുഷ്യൻ പോലെ എൻ്റെ അടുത്ത് തിരിഞ്ഞു നോക്കാണ്ട് കടിച്ചു തൂങ്ങി ആ വീട്ടിൽ കിടക്കാനേ ഈ വൈജയന്തിനെ കിട്ടൂല. ഇതെൻ്റെ തറവാടാണ്, എനിക്കിവിടെ ഇഷ്ടമുള്ളപ്പോൾ നിൽക്കാൻ പോകാം, അതെൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പം ബബിത പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ അങ്ങ് താമസിക്കാം അമ്മയുടെ ഒപ്പം. അപ്പം കുഴപ്പമില്ലോ. ബബിതേ, എൻ്റെ ക്ഷമ പരീക്ഷിക്കുന്നതിനൊരു അതിരുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അലീന പതുക്കെ, കൃഷ്ണമോളെ ഞാൻ മുത്തശ്ശിയുടെ റൂമിലോട്ട് പോകണമെന്നും പറഞ്ഞ് അങ്ങ് മാറും. കാരണം വെച്ചാൽ അവർ തമ്മിൽ സംസാരിച്ച് ആദ്യം ഒന്ന് ഇതാവട്ടെ എന്ന രീതിയിൽ. അപ്പോഴേക്കും വൈജയന്തി കുറ്റങ്ങൾ അങ്ങ് പറഞ്ഞു തുടങ്ങുകയാണ്. അലീനെ, എൻ്റെ ശത്രുവിനെ കൂട്ടിയാണോടി നീയൊക്കെ എന്നെ കൊണ്ടുപോകാനായിട്ട് വരുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ വൈജയന്തി കുറേ മാസം ഡയലോഗ് അടിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ മനു പറഞ്ഞു, ആൻറ്റി എന്തായാലും ഈ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും നടപടിയാവാൻ പോകുന്ന കാര്യങ്ങളല്ല. പിന്നെ അലീന ആൻറ്റീനെ എന്താണ് കഴുത്തറുത്തോ? എന്ത് തെറ്റാണ് അവൾ ചെയ്തതെന്ന് മനുശങ്കർ ചോദിക്കുകയാണ്. അപ്പം വൈജയന്തി പറഞ്ഞു, നിന്നോട് പറയാൻ ഞാൻ ആളല്ല, കാരണം നീ അവളുടെ ആളല്ലേ, അതുകൊണ്ട് നിന്നോട് ഞാൻ പ്രത്യേകിച്ച് പറയില്ല മനു എന്ന് പറയുന്നുണ്ട്. എന്തായാലും ആൻറ്റി എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് തീരുമാനിക്കാൻ പറയുന്ന ഒരു സീനോട് കൂടെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ആവുന്നത്. പിന്നീട് നാളത്തേൽ വരുന്നത് നമ്മുടെ അലീനയും മുത്തശ്ശിയും തമ്മിൽ കാണുന്നൊരു കൂടിക്കാഴ്ച, പിന്നെ വൈജയന്തി വരില്ല എന്ന് തീർത്ത് പറയുന്ന രംഗം, പിന്നെ നമ്മുടെ കമലയും ശിവശങ്കരനും കൂടെ വീട്ടിലില്ലായിരുന്നു, അവർ കോട്ടയത്ത് പോയിക്കായിരുന്നു. അപ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ശിവൻ്റെ അടുത്ത് പറയുന്നുണ്ട് രോഹിത്, അങ്കിളെ ഞങ്ങൾ അമ്മയെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്, എന്ത് വന്നാലും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് അമ്മയെ കൊണ്ടുപോകണമെന്ന് തന്നെ തീരുമാനം എടുത്തേക്കാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നാളത്തെ എപ്പിസോഡ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷം നമുക്ക് രാത്രി 9 മണിക്ക് നമ്മുടെ പ്രൊമോയിൽ കൂടെ കേൾക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഫുൾ വിശേഷം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു റിപ്പീറ്റേഷനായിട്ട് തോന്നും, കാരണം ഞാൻ ഏകദേശം പറഞ്ഞ ഡയലോഗ്സൊക്കെ തന്നെയാണ് ഇന്നലെ രാത്രി 9 മണിക്ക് കഴിഞ്ഞിട്ട് ഡയലോഗ്സ് തന്നെയാണ് ഇന്നത്തേലും. പക്ഷേ നമുക്ക് ഫുൾ വിശേഷം പറയുമ്പോൾ നമുക്ക് ഇന്നത്തെ ആ സ്റ്റോറി ആയിട്ടല്ലേ പറയാം, അല്ലാണ്ട് ഇന്നലെ പറഞ്ഞെന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഇന്ന് ഒരാളാണ് നമ്മുടെ പ്രൊമോ കേൾക്കുന്നതെങ്കിൽ അവർക്കതൊരു ഇതാവത്തില്ലേ. അപ്പോൾ അത് കഥ പറയുമ്പോൾ നമ്മളത് ഇന്നലെ പറഞ്ഞതും കൂടെ ചേർത്ത് തന്നെ ഇന്നത്തെ ഫുൾ വിശേഷം കഥയായിട്ട് തന്നെ പറയും. അപ്പോൾ അത് ആർക്കും ബോറായിട്ടൊന്നും തോന്നണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരോടും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഫുൾ വിശേഷം വൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.